4 പേരടങ്ങുന്ന കുടുംബത്തിന്റെ കൂട്ടമരണവും അതുമായി ബന്ധപ്പെട്ട വാർത്തകളും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതായിരുന്നു. ഇപ്പോഴിതാ അവർക്കുള്ളിലെത്തിയ വിഷാംശം ഏതെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അന്വേഷണ സംഘം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നാസിക്കിലെ ടാറ്റ കൺസൾട്ടൻസിയിലെ ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതി നിദാ ഖാൻ പോലീസ് പിടിയിലായിരിക്കുന്നു എന്നതാണ്. മഹാരാഷ്ട്രയിലാകട്ടെ ബന്ധുവിന് കൊടുത്ത വാക്ക് എത്തി നിന്നത് ഒരു കൊലപാതകത്തിലാണ്. വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. മഹാരാഷ്ട്രയിൽ ബന്ധുവായ യുവതിയുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് എത്തി നിന്നത് ഒരു കൊലപാതകത്തിലാണ്. നടു റോഡിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടതാകട്ടെ ഒരു 19-കാരനും. സിനിമാ കഥയെ പോലും വെല്ലുന്ന സംഭവമാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. അതിന്റെ തത്സമ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പദവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുന്നതിനിടയിലാണ് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അടക്കം ഡൽഹിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ക്രൈം വാർത്തകൾ തുടരുകയാണ്. മഹാരാഷ്ട്രയിലെ പിംപ്രി ചിഞ്ചുവാഡിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. കാമുകിയായ സപ്നയെ ആക്രമിച്ച കേസിൽ ജയിലിലായിരുന്നു സുബാൻ എന്ന 19 വയസ്സുകാരനായ യുവാവ്. സുബാന്റെ ആക്രമണത്തിൽ സപ്നയ്ക്കന്ന് വലിയ തരത്തിലുള്ള പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ആശുപത്രിയിൽ നിന്നും സപ്ന ഡിസ്ചാർജ് ആയതിന് പിന്നാലെ ആക്രമണത്തിൽ ഭയന്നു പോയ സപ്നയുടെ അമ്മ അവളെ സുരക്ഷിതമായി നോക്കാൻ ഏൽപ്പിച്ചത് ബന്ധുവായ വിശാലിനെയായിരുന്നു. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതെന്നും അമ്മ വിശാലിനോട് പറഞ്ഞിരുന്നു. അന്ന് സ്വപ്നയുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്കാണ് കഴിഞ്ഞ ദിവസം ഒരു കൊലപാതകത്തിൽ എത്തി നിന്നത്. ജയിൽ മോചിതനായ സുബാനും ബന്ധുവായ അർഷാദും ശിവശങ്കർ കോളനിയിലൂടെ കടന്നു പോകവെയാണ് ആക്രമണം നടക്കുന്നത്. 5 ദിവസം മുൻപാണ് സുബഹാൻ ജയിൽ മോചിതനാകുന്നത്. ശിവശങ്കർ കോളനിയിൽ വെച്ച് ഇരുവരെയും തടഞ്ഞ വിശാലും സുഹൃത്ത് അനികേഷ് സൂര്യവംശിയും ഇരുവരെയും ക്രൂരമായി ആക്രമിച്ചു. പിന്നാലെ 19-കാരനായ സുബഹാനെ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. कालेवाड़ी पुलिस स्टेशन में 7 मई को रात को लगभग 11 साढ़े 11 के आसपास गणराज कॉलोनी में यह हादसा हुआ है। सुभान शेख नाम के लड़के को चाकू और काठिया से 2 लोगों ने मार खिलाया था। उसके बाद उसको जरगांव हॉस्पिटल में जमा करते समय ही डॉक्टर ने डेथ हुआ करके डिक्लेयर किया है। वो जो डेथ पर्सन है सुभान शेख, उसका मौसी का लड़का हर्षद शेख, उसको भी मार लगा है। आरोपी विशाल सूर्यवंशी और अनिकेत सूर्यवंशी दोनों को ही कालेवाड़ी पुलिस स्टेशन के सीनियर पीआई बैरट, उनका डीबी का टीम एपीआई गुरु और स्टाफ, उन्होंने तुरंत ही वो आरोपी को लगभग 12 आवर्स के अंदर अरेस्ट किया है। आगे की तहकीकात कोर्ट में पेश करके एपीआई गुरु कर रहे हैं। सपना कदम नाम की लड़की थी जिसके ऊपर ये सुभान शेख एक तरफी प्रेम करता था। उसके बारे में 4 महीना पहले उसके खिलाफ सपना को मारा करके मर्डर का केस दर्ज था। 5 दिन पहले वो जेल से छूट के आया था और फिर से वो कुछ एक जबरदस्ती करेगा शादी के लिए या വ്യാഴാഴ്ച രാത്രി കാലേവാടി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം നടക്കുന്നത്. കുത്തേറ്റതിന് പിന്നാലെ തന്നെ ഇരുവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും സുബ്ഹാൻ മരിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. ഒപ്പമുണ്ടായിരുന്ന ബന്ധു അർഷാദിന് സാരമായ പരിക്കേൽക്കുകയും ചെയ്തു. പ്രതികളായ വിശാലിനെയും അനികേതിനെയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ നടന്നുവരികയാണ്. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂരിൽ ഒരു യുവതി ജീവനൊടുക്കിയെന്ന വാർത്തയാണ് പുറത്തുവരുന്നത്.
എന്താണ് മരണത്തിന് പിന്നിലെ കാരണമെന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ പോലീസ്. കൊല്ലപ്പെട്ടതാണോ എന്ന സംശയവും നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിന് തക്കതായ തെളിവുകളൊന്നും കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. സുൽത്താൻപൂരിലെ ചന്ദ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ബർണി ഗ്രാമത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെയാണ് 25-കാരി നേഹയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. നേഹ ഏറെ നേരമായിട്ടും വാതിൽ തുറക്കാതെ വന്നതോടെ വീട്ടുകാർ ജനാല വഴി നോക്കിയപ്പോഴാണ് നേഹയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. 2025 ഏപ്രിൽ 21-നാണ് 25 വയസ്സുകാരി നേഹ തിവാരി വിവാഹിതയായി സുൽത്താൻപൂരിലേക്ക് എത്തുന്നത്. വ്യാഴാഴ്ച രാത്രി ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു നേഹ. പുലർച്ചെ ഏകദേശം 2 മണിവരെ നേഹ വിവാഹ വീട്ടിലുണ്ടായിരുന്നുവെന്നാണ് കുടുംബം നൽകുന്ന വിശദീകരണം. എന്നാൽ വീട്ടിലെത്തിയ നേഹ എന്തിനു വേണ്ടി ആത്മഹത്യ ചെയ്തു എന്നതിൽ കുടുംബത്തിനും കാര്യമായ വിശദീകരണങ്ങളൊന്നുമില്ല. നേഹയുടെ ഭർത്താവ് സൗരഭ് തിവാരി സംഭവ സമയത്ത് മുംബൈയിലായിരുന്നു. അയാൾ അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. സൗരഭിന്റെ മാതാപിതാക്കളും സഹോദരിയും മാത്രമായിരുന്നു നേഹയ്ക്കൊപ്പം ആ വീട്ടിൽ താമസിച്ചിരുന്നത്. ഇൻസ്പെക്ടർ ഇൻചാർജ് അമിത് കുമാർ മിശ്ര പോലീസ് സംഘത്തോടൊപ്പം സംഭവസ്ഥലം പരിശോധിച്ച് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ഫോറൻസിക് സംഘം സംഭവസ്ഥലത്ത് നിന്ന് ആവശ്യമായ തെളിവുകളും ശേഖരിച്ചു. 8/5/2026 थाना कोतवाली चांदा जनपद सुल्तानपुर सुबह के लगभग 7:30 बजे ग्राम बरनी पुलिस को यह सूचना मिली कि एक महिला जिसका नाम नेहा तिवारी उम्र लगभग 25 वर्ष है, उसने अपने ससुराल में कमरे में फांसी लगाकर आत्महत्या कर ली। सूचना मिलने पर तत्काल पुलिस फोर्स घटनास्थल पर पहुंची तथा उसका निरीक्षण किया। फील्ड यूनिट को बुलाया गया। शव पे कोई जाहिरा चोटें नहीं आई हैं। पंचायतनामा तथा पोस्टमार्टम की कार्रवाई की जा रही है। तहरीर के आधार पर अग्रिम कार्रवाई की जाएगी. നിലവിൽ നേഹയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണ്. ശരീരത്തിൽ ബാഹ്യപരുക്കുകളൊന്നും കണ്ടെത്തിയില്ലെങ്കിലും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ലാതിരുന്ന നേഹ പിന്നെ എന്തിന് ആത്മഹത്യ ചെയ്യണമെന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരുന്നതോടുകൂടി മരണകാരണം വ്യക്തമാകും. അതിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ പോലീസ്. മുംബൈയിലെ ഒരു കുടുംബം മുഴുവൻ തണ്ണിമത്തൻ കഴിച്ചതിന് പിന്നാലെ മരിച്ചുവെന്ന വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചതായിരുന്നു. എന്നാൽ പിന്നീട് മരണകാരണം തണ്ണിമത്തൻ അല്ല എന്ന കണ്ടെത്തലും അന്വേഷണ സംഘം നടത്തിയിരുന്നു. ഇപ്പോഴിതാ എലിവിഷം ഉള്ളിൽ ചെന്നാണ് 4 പേരുടെയും മരണത്തിനിടയാക്കിയതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. എങ്ങനെയാകും എലിവിഷം അവർക്കുള്ളിലേക്ക് എത്തിയിട്ടുണ്ടാവുക? അതൊരു കൊലപാതകമാണോ അതോ ആത്മഹത്യയാണോ? മുംബൈയിലെ ഒരു കുടുംബത്തിലെ 4 പേരുടെ മരണത്തിനിടയാക്കിയ വിഷപദാർത്ഥം എലിവിഷമാണെന്ന കണ്ടെത്തലിലെത്തിയിരിക്കുകയാണ് അന്വേഷണ സംഘം. ഏപ്രിൽ 25-ാം തീയതി ശനിയാഴ്ചയാണ് ദാരുണമായ സംഭവം നടക്കുന്നത്. അബ്ദുള്ള ദൊക്കാഡിയ, ഭാര്യ നസ്രീൻ, മക്കളായ സൈനബ്, ആയിഷ എന്നിവരാണ് മരിച്ചത്. ഭക്ഷ്യവിഷബാധയല്ലെന്നും മറിച്ച് തണ്ണിമത്തനിലൂടെ ഉള്ളിൽ ചെന്ന എലിവിഷമാണെന്നുമാണ് പുതുതായി പുറത്തുവന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. മരിച്ചവരുടെ ശരീരത്തിലും അവർ കഴിച്ച പഴത്തിന്റെ അവശിഷ്ടങ്ങളിലും എലിയെ കൊല്ലാൻ ഉപയോഗിക്കുന്ന വിഷാംശത്തിന്റെ സാന്നിധ്യം അടങ്ങിയിരിക്കുന്നതായാണ് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. സംഭവ ദിവസം മുംബൈയിലെ തങ്ങളുടെ വീട്ടിൽ ഇവർ ബന്ധുക്കൾക്കായി വിരുന്നൊരുക്കിയിരുന്നു. ബന്ധുക്കൾ പോയ ശേഷം രാത്രി 1 മണിയോടെയാണ് കുടുംബം തണ്ണിമത്തൻ കഴിച്ചത്. പിന്നാലെ ഉറങ്ങാൻ കിടന്നെങ്കിലും പുലർച്ചെ 5 മണിയോടെ എല്ലാവർക്കും കഠിനമായ ഛർദിയും വയറിളക്കവും അനുഭവപ്പെടുകയായിരുന്നു. ആദ്യം കുടുംബ ഡോക്ടറെ കാണിച്ചെങ്കിലും അവർ ഉടൻ തന്നെ എല്ലാവരെയും അടുത്തുള്ള ആശുപത്രിയിലേക്ക് റഫർ ചെയ്തു. ഞായറാഴ്ച രാവിലെ 10 മണിയോടെ ഇളയ മകൾ മരിച്ചു. പിന്നാലെ മറ്റുള്ളവരും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരിച്ചവരുടെ തലച്ചോർ, ഹൃദയം, കുടൽ എന്നിവയുൾപ്പെടെയുള്ള ചില ആന്തരിക അവയവങ്ങൾ പച്ച നിറമായി മാറിയിരുന്നതായാണ് ഡോക്ടർമാർ കണ്ടെത്തിയത്. എന്നാൽ എന്തായിരുന്നു അവർക്കുള്ളിലെത്തിയ വിഷാംശം എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് അന്ന് സാധിച്ചിരുന്നില്ല. ആന്തരിക അവയവങ്ങൾ പച്ച നിറമായതുകൊണ്ട് തന്നെ
മരണകാരണം എന്തോ വിഷാംശം ഉള്ളിൽ ചെന്നതാണെന്ന് അന്ന് തന്നെ അന്വേഷണ സംഘത്തിന് ഉറപ്പായിരുന്നു. ഇതാണ് ഈ കേസിലെ വഴിത്തിരിവായതും. വിഷബാധയെ സൂചിപ്പിക്കുന്ന ഈ കണ്ടെത്തലിന് പിന്നാലെയാണ് പോലീസ് വിശദമായ പരിശോധനയിലേക്ക് കടന്നത്. ഇതിലാണ് ഇവരുടെ ഉള്ളിൽ എലിവിഷത്തിൽ ഉപയോഗിക്കുന്ന സിങ്ക് ഫോസ്ഫേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്തിയത്. കുടുംബം കഴിച്ച തണ്ണിമത്തന്റെ സാമ്പിളുകളിലും സിങ്ക് ഫോസ്ഫേറ്റ് കണ്ടെത്തിയിരുന്നു. ഭക്ഷണം കഴിച്ച അതിഥികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ ഈ രാസവസ്തു അബദ്ധത്തിൽ പഴത്തിൽ കലർന്നതാണോ അതോ ആരെങ്കിലും മനഃപൂർവ്വം കലർത്തിയതാണോ എന്ന് അന്വേഷിച്ചു വരികയാണിപ്പോൾ. അസ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. അബ്ദുള്ള ദുഗാഡിയയുടെ ശരീരത്തിൽ മോർഫിൻ എന്ന ശക്തമായ വേദന സംഹാരിയുടെ സാന്നിധ്യവും ഇതിനു മുൻപ് വന്ന റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. ഇത് മുൻപ് നടന്ന ഏതെങ്കിലും ചികിത്സയുടെ ഭാഗമാണോ അതോ അബദ്ധത്തിൽ ശരീരത്തിൽ എത്തിയതാണോ? ഇതിൽ കൂടുതൽ ദുരൂഹതയുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. കൂടുതൽ വ്യക്തതയ്ക്കായി പോലീസ് മറ്റു കുടുംബാംഗങ്ങളുടെ മൊഴികൾ രേഖപ്പെടുത്തി വരികയാണിപ്പോൾ. അപ്പോഴും ആത്മഹത്യാ ശ്രമം എന്നൊരു സംശയം അവിടെ ഉണ്ടാകേണ്ട സാഹചര്യമേ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടപ്പോഴൊക്കെ കുടുംബം വൈദ്യസഹായം തേടിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം സംശയത്തിന് അവിടെ ഇടമില്ല. ഇനി വിഷം അബദ്ധത്തിൽ ഉള്ളിൽ ചെന്നതാണോ അതോ ആരെങ്കിലും മനഃപൂർവ്വം വിഷം കലർത്തിയതാണോ എന്നതാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. പൂർണ്ണമാവുകയാണ്. നമസ്കാരം.